നമസ്കാരം. ഇല്ലൻ മൈൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസൈൻമെന്റ് നോട്ട് CMR കുറിച്ചിട്ടാണ്. ആക്ച്വലി എന്താണ് ഈ കൺസൈൻമെന്റ് നോട്ട് CMR? കൺസൈൻമെന്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ, അതായത് ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൽ നമ്മൾ ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സെൻഡറിന്റെയും അതേപോലെ തന്നെ ക്യാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുഡ്സ് കൊണ്ടുപോകുന്ന ആളുകൾ, അവർക്കിടയിലുള്ള ഒരു ലീഗൽ കോൺട്രാക്റ്റിനെയാണ് കൺസൈൻമെന്റ് നോട്ട് എന്ന് പറയുന്നത്. CMR കൺവെൻഷൻ പ്രകാരമാണ്, ജനീവയിൽ നടന്ന CMR കൺവെൻഷൻ പ്രകാരമാണ് കൺസൈൻമെന്റ് നോട്ട് CMR എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഉണ്ടായിട്ടുള്ളത്. ഈ ഉടമ്പടിയുടെ പിന്നിലുള്ള ഈ ഒരു ലീഗൽ ഡോക്യുമെന്റിന്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലും കാനഡയിലും അതിനുള്ളിലുള്ള 55 രാജ്യങ്ങളിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ഡോക്യുമെന്റ് ആണ് ആക്ച്വലി ഈ കൺസൈൻമെന്റ് നോട്ട് CMR എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ നിങ്ങൾക്ക് മീനിങ് കൂടെ കാണാൻ പറ്റും. ദ കൺസൈൻമെന്റ് നോട്ട് CMR Convention on Contract for the International Carriage of Goods by Road is a standardized document used in European Union and Canada for international road and freight. യൂറോപ്യൻ യൂണിയനിലും കാനഡയിലും ഗുഡ്സുകൾ പരസ്പരം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സെൻഡറിന്റെയും അതുപോലെ തന്നെ ക്യാരിയറിന്റെയും ഇടയിലുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റിനെയാണ് കൺസൈൻമെന്റ് നോട്ട് CMR എന്ന് പറയുന്നത്. മറ്റൊരു പോയിന്റ് ഇതുമായിട്ട് പറയാനുള്ളത്, ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ CMR കൺവെൻഷൻ 1956. ഈ കൺസൈൻമെന്റ് നോട്ട് CMR എന്ന് പറയുന്ന ഈ ഒരു ഡോക്യുമെന്റ് ഗവേൺ ചെയ്യുന്നത്, അതായത് ഇതിലെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് 1956 CMR കൺവെൻഷൻ ആണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഇതിന്റെ പർപ്പസ് ആണ്. പർപ്പസിൽ ആദ്യമായിട്ട് വരുന്നത് ആക്ട് ആസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് കാരിയർ. ഞാൻ പറഞ്ഞു, കൺസൈൻമെന്റ് നോട്ട് അഥവാ CMR കൺസൈൻമെന്റ് നോട്ട് യൂറോപ്യൻ യൂണിയൻ, കാനഡ എന്നിവിടങ്ങളിലുള്ള 55 രാജ്യങ്ങൾക്കിടയിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതും അത് കൊണ്ടുപോകുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് എന്തെന്ന് പറയുന്നത് ഈ കൺസൈൻമെന്റ് നോട്ട് CMR എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മളിവിടെ പറഞ്ഞ ബിൽ ഓഫ് ലാഡിങ്, അതുപോലെ ലോറി റെസിപ്റ്റ്, ട്രക്ക് റെസിപ്റ്റ് പോലുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതേപോലെ തന്നെ ഇതൊരു പ്രൂഫ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അഥവാ ഗുഡ്സ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു, കാരിയർക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു പ്രൂഫ് ആയിട്ടും ഇത് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആ ഒരു ട്രാൻസിറ്റിന്റെ ഇടയിൽ എന്തെങ്കിലും ലോസസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മാക്സിമം ലയബിലിറ്റി എത്ര വരും എന്നുള്ളതും കൂടെ ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് CMR-ൽ. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാനുള്ളത് ഇതിന്റെ കീ കോമ്പോണൻസ് ആണ്. ഇതിന്റെ കൃത്യമായ ഒരു ഹെഡിങ് ഉണ്ട്. അതുപോലെ തന്നെ വരുന്നത് അതിലെ പാർട്ടീസ്, അതേപോലെ തന്നെ ഗുഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിന്റെ ക്വാണ്ടിറ്റി, വെയിറ്റ്, പാക്കേജിങ്, നേച്ചർ ഓഫ് ഗുഡ്സ്, അതേപോലെ തന്നെ റൂട്ട്, ഏത് റൂട്ടിലൂടെയാണ്, അതിന്റെ ഡെസ്റ്റിനേഷൻ, ട്രാൻസിറ്റ് പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് നമ്മൾ ഇറക്കിയിട്ട് അത് മറ്റൊന്നിലോട്ട് ലോഡ് ചെയ്യുന്ന ആ ഒരു ആൾട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് ട്രാൻസിറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. then അതിന്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൺസൈൻമെന്റ് നോട്ട് CMR-ൽ കാണുന്നുണ്ട്. മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് ഇത് യൂറോപ്യൻ യൂണിയൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ദെൻ അതിന്റെ ഒരു മോഡൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, കൺസൈൻമെന്റ് നോട്ട് CMR-ന്റെ. അപ്പോ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞത് ആരാണ് സെൻഡർ, ആരാണ് റിസീവർ, അതുപോലെ തന്നെ അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ഏതാണ്, അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ യൂസേജിലോട്ട് വരുമ്പോൾ ഇത് യൂറോപ്യൻ യൂണിയനിൽ മാൻഡേറ്ററി ആണ്. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ്, ഇന്റർനാഷണൽ ട്രേഡ് നടക്കുമ്പോൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കിടയിൽ ഇത് നിർബന്ധമാണ്. അതേപോലെ തന്നെ ക്രോസ് ബോർഡർ ഷിപ്മെന്റിന് കാനഡയിലും ഇതിന്റെ ഒരു ആവശ്യകത ഉണ്ടെന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. അത് വേണമെങ്കിൽ വിദ്യാർത്ഥികൾ നോക്കിയാൽ മതി, നിങ്ങളുടെ എക്സാമിന് ഇത്തരം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്നില്ല എന്നുള്ളതാണ്. ദെൻ ചാലഞ്ചസ്. ഈ കൺസൈൻമെന്റ് നോട്ട് CMR-ന് എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ? ചാലഞ്ചസ് ഉണ്ട്. കാരണം ഇതിന് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്, ഡിഫറെന്റ് നാഷണൽ റെഗുലേഷൻസ്. അതായത് യൂറോപ്യൻ യൂണിയനിൽ തന്നെ പല രാജ്യങ്ങളും പല ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പൊ പല ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ഇതിൽ കൺസൈൻമെന്റ് നോട്ട് CMR-ന് എങ്ങനെ ഇതിലൊരു കോമൺ ലാംഗ്വേജ്, ഇതിലെ ഡീറ്റെയിൽസിന്, സ്ട്രക്ചറിന്, ഒരു പെർഫോമ തയ്യാറാക്കുന്ന സമയത്ത് ഒരു കോമൺ ലാംഗ്വേജ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചലഞ്ച് ഉണ്ട്. ഓരോ രാജ്യത്തിന്റെയും ലാംഗ്വേജ് വ്യത്യസ്തമാണ്. മറ്റൊന്ന് പറയുന്നത് ഡിഫറെന്റ് നാഷണൽ റെഗുലേഷൻ.
ഇത് ഒരു കോമൺ കൺവെൻഷൻ പ്രകാരം ഫോം ചെയ്തതാണെങ്കിൽ പോലും ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത്തരം നിയമങ്ങളും ഇതിനെ ബാധിക്കാറുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടിലിംഗ്വൽ CMR ഫോം അതല്ലെങ്കിൽ ഡിജിറ്റൽ CMR സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബുക്കിംഗ്, ഇൻവോയ്സിങ്, ഇൻഫർമേഷൻ ഫ്ലോ. ഇത് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലോട്ട് എത്തിക്കാൻ വേണ്ട ട്രക്കുകളോ കണ്ടെയ്നറുകളോ ബുക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബുക്കിംഗ് എന്ന് പറയുന്നത്. ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗുഡ്സിന്റെ നേച്ചർ അനുസരിച്ച് അതിനൊരു ചാർജ് ഈടാക്കും. അതായത് നമ്മളോട് ട്രാൻസ്പോർട്ടർ, ആ ഗുഡ്സ് കൊണ്ടുപോകുന്ന ക്യാരിയർ നമ്മളോട് ആ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ വേണം എന്ന് ആവശ്യപ്പെട്ട് ഒരു ബില്ല് ഇഷ്യൂ ചെയ്യും. ആ ബില്ലിനെയാണ് ഇൻവോയ്സിങ് എന്ന് പറയുന്നത്. ഇൻവോയ്സിങ്ങിന് ശേഷം മറ്റൊരു ടേമാണ് ഇൻഫർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുഡ്സ് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ, അതായത് കൃത്യമായ ഇൻഫോർമേഷൻസ്, ആ ഗുഡ്സ് ലോഡ് ചെയ്തിട്ടുണ്ടോ, ഷിപ്പ് ചെയ്തിട്ടുണ്ടോ, എവിടെ എത്തി, അതിന്റെ ഓരോ ടെർമിനൽസ് ഏതൊക്കെയാണെന്നുള്ളത് ആ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും അറിയിക്കുന്നതിനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ദിസ് ടോപ്പിക് കവർ ദ പ്രോസസ് ഓഫ് റിസർവിങ് ട്രാൻസ്പോർട്ട് കപ്പാസിറ്റി. ഒരു ട്രക്ക് നമ്മൾ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നതിനെ ബുക്കിംഗ് എന്ന് പറയും. അതിന്റെ ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിനെ ഇൻവോയ്സിങ് എന്ന് പറയും. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതിനെ ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയും. ഇവിടെ പറയുന്നുണ്ട് സെർവിങ് ദ സ്പേസ് ഓർ വെഹിക്കിൾ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ്, അതാണ് ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഇൻവോയ്സിംഗ് പ്രോസസ്സ്, ജനറേറ്റിംഗ് സെറ്റിലിംഗ് ബിൽ ഫോർ ട്രാൻസ്പോർട്ടേഷൻ സർവീസ്. ആ ട്രാൻസ്പോർട്ടേഷൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകൾ ജനറേറ്റ് ചെയ്യുക, അത് സെറ്റിൽ ചെയ്യുക. അപ്പോൾ ബില്ലിൽ വരുന്ന കോമ്പോണൻസുകൾ പറയുന്നുണ്ട്. കോമ്പോണൻസിൽ വരുമ്പോൾ അതിൽ ഫ്രൈറ്റ് ചാർജസ്, അഡീഷണൽ ഫീസ്, പേയ്മെന്റ് ടേംസ്, അതായത് മുഴുവൻ ഇപ്പൊ തന്നെ അടക്കണം, അത് ഘട്ടം ഘട്ടമായിട്ടാണ് അടക്കുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇൻഫോർമേഷൻ ഫ്ലോ. ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പാർട്ടികളെയും അറിയിക്കുക. നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡറിന്റെ സ്റ്റേറ്റസ് നമുക്ക് കാണാൻ കഴിയും. ഇതിനെയാണ് ഇൻഫോർമേഷൻ ഫ്ലോ എന്ന് പറയുന്നത്. അത്രയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോങ് ഹോൾ ആൻഡ് കോർഡിനേഷൻ വിത്ത് ടെർമിനൽസ്. എന്താണ് ലോങ് ഹോൾ ലോജിസ്റ്റിക്സ്? ലോങ് ഹോൾ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് നമ്മൾ ഒരുപാട് ദൂരം ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതിനെ ആണ് ലോങ് ഹോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അഥവാ പ്രൊഡക്ഷൻ പ്ലേസിൽ നിന്നും ഒരുപാട് ദൂരത്താണ് ഇതിന്റെ കസ്റ്റമർ എന്നുണ്ടെങ്കിൽ അവരിലോട്ട്, കസ്റ്റമേഴ്സിലോട്ട് ആ പ്രോഡക്റ്റ് എത്തിക്കുന്നതിനെയാണ്, അത്രയും വലിയ ഡിസ്റ്റൻസ് ലോജിസ്റ്റിക് ഓപ്പറേഷനെയാണ്, അഥവാ ഒരു ദിവസങ്ങളോ അതല്ലെങ്കിൽ ഒരുപാട് സമയങ്ങളോ കിലോമീറ്റേഴ്സോ താണ്ടിയുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷനെയാണ് നമ്മൾ ലോങ് ഹോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. യൂഷ്വലി 500 കിലോമീറ്ററിൽ കൂടുതൽ എന്ത് വരും, ഈ ലോങ് ഹോൾ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് വരും എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം ലോജിസ്റ്റിക്സ് ഓപ്പറേഷന് നമ്മൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ്, നല്ല വെഹിക്കിൾസ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഫ്യൂവൽ എക്സ്പെൻസുകൾ ഇത്തരം ലോങ് ഹോൾ ലോജിസ്റ്റിക്സിന് വളരെ കൂടുതലായിരിക്കും. 2-3 ദിവസങ്ങൾ എടുത്തിട്ട് ഒരു ഗുഡ്സ് അതിന്റെ കസ്റ്റമർ അഥവാ റിസീവറിന്റെ കയ്യിലോട്ട്, സെന്ററിൽ നിന്നും റിസീവറിന്റെ കയ്യിലോട്ട് എത്തിക്കുന്ന അത്തരം ലോജിസ്റ്റിക്സ് ഓപ്പറേഷനെയാണ് ലോങ് ഹോൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിൽ 2-3 ദിവസങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ടെർമിനൽസ്. ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോസ് ട്രെയിനിൽ കൊണ്ടുപോകുന്ന ലോജിസ്റ്റിക്സ്, അതായത് ട്രെയിനിൽ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റ് ഗുഡ്സ് നമുക്ക് പിന്നീട് ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ട്രെയിൻ ആക്സസ് നമുക്ക് എല്ലായിടത്തേക്കും ഇല്ല, അതിനെ നമുക്ക് ട്രക്കിലോട്ട് മാറ്റേണ്ടി വരും. അപ്പൊ ട്രെയിനിൽ കൊണ്ടുപോകുന്ന ഇത്തരം ഗുഡ്സിനെ ട്രക്കിലോട്ടോ കണ്ടെയ്നറിലോട്ടോ പിന്നീട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇടം വേണം. അത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ടെർമിനൽസ് എന്ന് പറയുന്നത്. അപ്പൊ ലോങ് ഹോൾ ലോജിസ്റ്റിക്സിൽ ഇത്തരത്തിലുള്ള ടെർമിനൽസിനെ നമ്മൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ഈ ഒരു ഗുഡ്സ് ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന ഗുഡ്സ് മറ്റൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ടെർമിനൽസ് ആവശ്യമാണ്. അപ്പൊ അതാണ് ഇവിടെ ലോങ് ഹോൾ ലോജിസ്റ്റിക്സ് ആൻഡ് ടെർമിനൽ കോർഡിനേഷൻ എന്ന് പറയുന്നതിന് ഒറ്റ ടേം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മുംബൈയിൽ നിന്നും വരുന്ന ഒരു ഗുഡ്സ് ഹൈദരാബാദിലോട്ട് പോവാണ്. അപ്പൊ നാഗ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട്, നാഗ്പൂർ ടെർമിനലിൽ വെച്ചിട്ടാണ് മുംബൈയിൽ നിന്നും വരുന്ന ട്രക്കിൽ വരുന്ന ഗുഡ്സിനെ നമ്മൾ ട്രെയിനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്.
അതാണ് ടെർമിനൽസിന്റെ റെലവൻസ്. അപ്പൊ ടെർമിനൽസിലോട്ട് നിങ്ങൾ എത്തുന്നതിന് മുൻപ് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടെർമിനൽസിലോട്ട് എത്തുന്നതിന് മുൻപ് ചെയ്യേണ്ടത്, ടെർമിനൽസിൽ എത്തിയതിനു ശേഷം ചെയ്യേണ്ടത്, ടെർമിനൽസിൽ നിന്നും പോയതിനു ശേഷം ചെയ്യേണ്ടത്. ടെർമിനൽസിലോട്ട് എത്തുന്നതിന് മുൻപ് നിങ്ങൾ ഒരു ഗുഡ്സുമായിട്ട് വരുമ്പോൾ കൃത്യമായിട്ട് ടെർമിനൽ അതോറിറ്റിനെ അറിയിക്കണം നിങ്ങളെ ഗുഡ്സ് എപ്പം എത്തും എന്നുള്ളതും, അതേപോലെ തന്നെ ഏതൊക്കെയാണ് അതിന്റെ ഗുഡ്സ്, നിങ്ങൾ കൊണ്ടുവരുന്ന ഗുഡ്സ് ഏത് നേച്ചറിലുള്ളതാന്നുള്ളതും അവർ അറിയിക്കണം. ഇനി ആ ഗുഡ്സ് അവിടെ എത്തിയതിനു ശേഷം ആ ഗുഡ്സ് അവിടെ അൺലോഡ് ചെയ്യുക. അൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആ ഗുഡ്സ് അവിടെ ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഗുഡ്സിന്റെ വെരിഫിക്കേഷൻ നടത്തുക. വെരിഫിക്കേഷൻ നടത്തിയിട്ട് അതിന്റെ ലീഗൽ ഡോക്യുമെന്റ്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ലീഗൽ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ ബിൽ ഓഫ് ലാഡിങ്, ലോറി റെസിപ്റ്റ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ്സ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾ അതും ഓക്കെ ആണെങ്കിലാണ് നിങ്ങൾ ഒരു ട്രാൻസ്പോർട്ട് മോഡിൽ വന്നിട്ടുള്ള ഈ ഗുഡ്സിനെ മറ്റൊരു ട്രാൻസ്പോർട്ട് മോഡിലോട്ട് മാറ്റുന്നത്. അഥവാ ട്രക്കിൽ വന്നതിനെ ട്രെയിനിലോട്ടോ, ട്രെയിനിൽ വന്നതിനെ ഷിപ്പിലോട്ടോ മാറ്റാൻ ഈ സ്പേസ്, ഈ ഒരു ഇടം നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടെർമിനൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, ടെർമിനലിലുള്ള കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റീസിൽ പ്രധാനപ്പെട്ടതാണ് ഷെഡ്യൂളിംഗ് ഡോക്ക് അപ്പോയിന്റ്മെന്റ്സ്, മാനേജിങ് ലേബർസ് ആൻഡ് എക്യുപ്മെന്റ്സ്, റിസോൾവിംഗ് ഡിലേസ് ആൻഡ് ഡാമേജസ്. അതായത് ഡോക്ക് അപ്പോയിന്റ്മെന്റ്സ് നിങ്ങൾ എടുക്കുക, അവിടുത്തെ ലേബേഴ്സിനും എക്യുപ്മെന്റ്സിനും കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ലോഡിങ്ങിനും അൺലോഡിങ്ങിനും വേണ്ടിയിട്ട് കറക്റ്റ് നമുക്ക് ഡിലേ ആവാൻ പാടില്ല, കാരണം ഇത് കറക്റ്റ് ടൈമിൽ നമ്മൾ കസ്റ്റമറിലോട്ട് എത്തണം. അതേപോലെ തന്നെ റിസോൾവിംഗ് ഡിലേസ് ആൻഡ് ഡാമേജസ് വരാതെ നോക്കുക തുടങ്ങിയ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളതാണ്. ഇനി ഈ വീഡിയോയുടെ അവസാന പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത് എക്സെപ്ഷണൽ കാർഗോ അഥവാ പ്രൊജക്ട് കാർഗോനെ കുറിച്ചിട്ട്. എന്താണ് എക്സെപ്ഷണൽ കാർഗോ? നമുക്ക് നോർമൽ സാധാരണ ഒരു വാഹനത്തിൽ കൊണ്ടുപോവാൻ പറ്റാത്ത വലിയ കാർഗോസ് ഉണ്ടാവും. അത്തരത്തിലുള്ള വലിയ കാർഗോസിന് ബിഗ് സൈസ്ഡ് ലാർജ് കാർഗോസ് ആണ്. അത്തരത്തിലുള്ള കാർഗോസ് നമുക്ക് സാധാരണ വാഹനത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അത്തരം കാർഗോസിനെയാണ് എക്സെപ്ഷണൽ കാർഗോ അതല്ലെങ്കിൽ പ്രൊജക്ട് കാർഗോ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. Exceptional cargo, often referred to as project cargo, it involves transportation of oversized, overweight, specialized goods that exceed standard vehicle capacity or require unique handling. നോർമൽ ഒരു വാഹനത്തിൽ പോകില്ല, കാരണം അത് ഓവർ സൈസ് ആണ്, ഓവർ വെയിറ്റ് ആണ്. മാത്രമല്ലാതെ എല്ലാ ഗുഡ്സും ഡീൽ ചെയ്യുന്ന പോലെ ഡീൽ ചെയ്യാൻ പറ്റൂല, കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളതും കൂടെ ആണെങ്കിൽ അത്തരം ഗുഡ്സുകൾ കൊണ്ടുപോകുന്നതിനെയാണ് എക്സെപ്ഷണൽ കാർഗോ എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുന്നത് നമ്മുടെ ഹെവി മെഷീനറി, വിൻഡ് ടർബൈൻ ബ്ലേഡ്സ്, ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, വളരെ വലിയ എക്യുപ്മെന്റ്സ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാർഗോസിനെയാണ് എക്സെപ്ഷണൽ കാർഗോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എക്സെപ്ഷണൽ കാർഗോന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതിന്റെ സൈസും വെയിറ്റും. ഹെവി സൈസ് ആയിരിക്കും ചിലപ്പോൾ, അതല്ലെങ്കിൽ ഹെവി വെയിറ്റ് ആയിരിക്കും. അത് നോർമൽ ഗുഡ്സിനെ പോലെ ആവില്ല. അതേപോലെ തന്നെ സ്പെഷ്യൽ റിക്വയർമെന്റ്സ് വേണ്ടി വരും. ചിലപ്പോൾ സാധാരണ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്നതിലുപരി ഇതിന്റെ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും നമുക്ക് ക്രെയിനുകൾ വേണ്ടി വരും. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എസ്കോട്ടുകൾ വേണ്ടി വരും. എസ്കോട്ട് വാഹനങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. മുന്നിൽ നമ്മുടെ വാഹനത്തിന്റെ മുൻപിൽ എസ്കോട്ട് വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരും, കാരണം തടസ്സങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ റൂട്ട് മോഡിഫിക്കേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എക്സെപ്ഷണൽ ലോഡിന്റെ പ്ലാനിങ് ആണ്. ഈ ലോഡ് എങ്ങനെ നമ്മുടെ റോട്ടിലൂടെ കൊണ്ടുപോവാം? ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇത്തരം ലോഡുകൾ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആദ്യം റോഡിന്റെ വിഡ്ത്ത്, നിങ്ങൾ കൊണ്ടുപോകുന്ന റൂട്ടിലെ റോഡിന്റെ വിഡ്ത്ത്, വീതി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെ പാലങ്ങൾ ഉണ്ടെങ്കിൽ ആ പാലങ്ങൾ ഈ ലോഡ് താങ്ങോ, വെയിറ്റ് ഉണ്ടെങ്കിൽ ആ ലോഡ് താങ്ങോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണം. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് ട്രാഫിക്, പീക്ക് ട്രാഫിക്കിന്റെ സമയത്ത് അതല്ലെങ്കിൽ നെഗറ്റീവ് വെതർ കണ്ടീഷനിലോ നിങ്ങൾ ഈ ലോഡുമായിട്ട് പോകരുത്. പീക്ക് ട്രാഫിക് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് കൺജഷൻ കൂടുന്ന സമയത്ത് നിങ്ങൾ ഈ ലോഡുമായിട്ട് മുന്നോട്ട് പോകരുത്. ദെൻ മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പോകണം. മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലീസിൽ വിവരം അറിയിക്കണം. അതേപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസിന്റെ സപ്പോർട്ടും ഇത്തരം ഗുഡ്സുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ ഡോക്യുമെന്റേഷനിലോട്ട് വരുമ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് സ്പെഷ്യൽ പെർമിഷൻ ആവശ്യമുണ്ട്. ഇത്തരം ഗുഡ്സുകൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻസ് ആവശ്യമുണ്ട് അതോറിറ്റീസിന്റെ. ദെൻ ഓവർ സൈസ്ഡ് ലോഡ് പെർമിറ്റ് വേണം. നിങ്ങൾക്ക് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ലോഡാണ് എന്ന് അറിയിച്ചുകൊണ്ട് ഗവൺമെന്റ് അതോറിറ്റി അതിന് നിങ്ങൾക്ക് ഒരു പെർമിറ്റ് നൽകിയിരിക്കണം. ബിൽ ഓഫ് ലാഡിങ്, ലോറി റെസിപ്റ്റ് ഒക്കെ വേണം എന്നുള്ളതാണ്.
ഇതിന്റെ മറ്റൊരു കാര്യം. ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് വെഹിക്കിൾസ്, നിങ്ങൾക്ക് ഇത്തരം ഗുഡ്സുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് ബെഡ് ട്രെയിലേഴ്സ് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ലോ ലോഡേഴ്സ് ഉപയോഗിക്കാം, മൾട്ടി ആക്സിൽ ട്രക്കുകൾ. മൾട്ടി ആക്സിൽ ട്രക്ക് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന 6 ചക്രമുള്ളത്, 8 ചക്രമുള്ളത്, 10 ചക്രമുള്ള ലോറികളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ട്രക്കുകളെയാണ് മൾട്ടി ആക്സിൽ ട്രക്കുകൾ എന്ന് പറയുന്നത്. ദെൻ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് പൈലറ്റ് വെഹിക്കിൾസ് ഉപയോഗിക്കാം, പോലീസ് എസ്കോർട്ട് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റിക്കും സപ്പോർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് റെയിൽ ട്രാൻസ്പോർട്ടോ ഷിപ്പുകളോ ഇത്തരത്തിലുള്ള ഗുഡ്സുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. റോഡിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഒരു ദിവസത്തിൽ നിങ്ങൾ 1 കിലോമീറ്റേഴ്സ്, 2 കിലോമീറ്റേഴ്സ്, 3 കിലോമീറ്റേഴ്സ് ഒക്കെ ഈ ഗുഡ്സ് നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ, മൂവ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്, അത് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അത് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.